Debate with Dr. Arun Kumar. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് മറുപടിയുമായി എത്തി. വ്യാജ പ്രചരണങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി. വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം നൽകുന്നത് പാപമല്ല, അഴിമതിയുടെ പാപഭാരം സർക്കാരിൽ കെട്ടിവെക്കേണ്ടെന്നും മുഖ്യമന്ത്രി. ബ്രുവറി അനുമതിയിൽ പ്രതിപക്ഷമുയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായോ? ഒയാസിസ് കമ്പനിയുടെ വരവിൽ അഴിമതിയുടെ ജലസ്പർശമുണ്ടോ? ബ്രുവറിയെ എതിർക്കുന്നവരെല്ലാം വികസന വിരുദ്ധരോ? CPIയെ വിശ്വാസത്തിലെടുക്കാനായോ? പ്രാദേശിക എതിർപ്പുകളെ അതിജീവിച്ചോ? ബ്രൂവറിയിൽ സംശയങ്ങൾ ഒടുങ്ങി. നമുക്കൊപ്പം അതിഥികളായി എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP പ്രതിനിധി, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ NMPSനും ചർച്ചയിൽ ചേരും. ആദ്യം KS അരുൺകുമാറിലേക്ക്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സംശയത്തിനും സാധ്യതയില്ല എന്നാണ്. പക്ഷേ ഇന്ന് CPIയുമായി ഈ വിഷയം മന്ത്രി MB രാജേഷ് ചർച്ച ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിശ്വം പറഞ്ഞത് കുടിവെള്ളം മുടക്കിയുള്ള വികസന പദ്ധതികൾക്ക് തങ്ങൾ എതിരാണ് എന്നാണ്. ചുരുക്കത്തിൽ ബ്രൂവറി വിഷയം ഒരു കുടിവെള്ള പ്രശ്നമായി മാറുകയാണോ? കുടിവെള്ള പ്രശ്നമല്ലെന്ന് പഞ്ചായത്തിനെയും പ്രാദേശിക നേതൃത്വത്തെയും CPIയെയും ബോധ്യപ്പെടുത്താൻ സർക്കാരിനും CPMനും കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺ, ഈ ഒരാശയം മുന്നോട്ട് വന്നപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പലതരത്തിലുള്ള ആരോപണവുമായിട്ടാണ് UDF രംഗത്ത് വന്നത്. ആ ആരോപണങ്ങളെ BJP ഏറ്റെടുത്തു. ആദ്യം പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മദ്യനയത്തിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. മദ്യനയം പ്രഖ്യാപിച്ച ഒരു രൂപത്തിൽ, പക്ഷെ പ്രവർത്തി വേറെ രൂപത്തിൽ, വലിയ തരത്തിൽ തട്ടിപ്പ് നടത്തി എന്ന രൂപത്തിലേക്കാണ് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ മദ്യനയം 2023-24 പ്രഖ്യാപിച്ചതിൽ കൃത്യമായി പാരഗ്രാഫ് 24 സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോത്സാഹനം നൽകും. അതിന് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. കൃത്യമായി മദ്യനയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് കൃത്യമായി തെളിവുകൾ പുറത്തു വന്നു. അപ്പോൾ അത് വിട്ടു. രണ്ടാമത് പറഞ്ഞു ടെൻഡർ വിളിച്ചില്ല. ഇത് ഏതെങ്കിലും ഗവൺമെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ. വ്യവസായ സംരംഭകർ വരും, അവർ ആപ്ലിക്കേഷൻ സമർപ്പിക്കും, അതിന്റെ കൃത്യമായിട്ടുള്ള യോഗ്യതകൾ പരിശോധിക്കും, അതിനുശേഷം ഏകജാലകം വഴി, ഇപ്പോൾ ഗവൺമെന്റിന്റെ വ്യവസായ നയം വഴി അത്തരത്തിലുള്ള അനുമതി കൊടുക്കും. അതിനൊരു തരത്തിലും ടെൻഡറിന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും പരസ്പരം മത്സരിച്ച് ടെൻഡർ വേണം എന്നതാണ്. അപ്പോൾ പഴയ ചരിത്രമൊക്കെ എടുത്ത് പറഞ്ഞു ഏത് പദ്ധതികൾ ഇത്തരത്തിൽ വരുമ്പോൾ ടെൻഡർ വഴി അനുവദിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയില്ല. അതും വലിയ മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ട് തിരിച്ചുപോയി. ഏറ്റവും അവസാനം ഇപ്പോൾ ജലചൂഷണത്തിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി അവിടെ ഉപയോഗിക്കേണ്ടി വരുന്ന ജലം, ഉപഭോഗത്തിന് വേണ്ടി വരുന്ന ജലം എത്രയാണ്, ഇൻഫ്രയ്ക്ക് കൊടുക്കുന്ന ജലം എത്രയാണ്, അടുത്ത കാലത്ത് അവിടുത്തെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിക്കപ്പെട്ട ജലത്തിന്റെ തോതെത്രയാണ്, വാട്ടർ അതോറിറ്റി ജനങ്ങൾക്ക് കൊടുക്കുന്ന ജലത്തിന്റെ അളവ്, ഇതെല്ലാം ആധികാരികമായിട്ട് തന്നെ പുറത്തു വന്നു. അപ്പോൾ ഇതൊന്നും നിലനിൽക്കുന്ന ആരോപണമല്ല എന്ന് മനസ്സിലായി. അതിനിടയ്ക്കാണ് പഞ്ചായത്ത് രംഗത്ത് വന്നത്. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അനുമതി മേടിച്ചിട്ട് മാത്രമേ ഗവൺമെന്റ് ഇത്തരത്തിലൊരു സംരംഭത്തിന് അനുമതി പത്രം കൊടുക്കാൻ കഴിയൂ എന്നത്, ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കാൻ കഴിയൂ എന്നത്. ഇപ്പോൾ ഏകജാലകം K-SWIFT വഴി ഇത്ര കോടി രൂപ നിക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ള ഏത് വ്യവസായ സംരംഭകർക്കും അവർക്ക് 3 വർഷത്തിനുള്ളിൽ അവരുടെ ലൈസൻസുകൾ ഓരോന്നായി എടുത്ത് ഹാജരാക്കി കൊടുത്താൽ മതി. അതിന്റെ നിബന്ധനകളെല്ലാം ഇളവ് കൊടുത്തിരിക്കും. നമുക്കറിയാം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ കൊച്ചു കേരളം 2 വർഷം മുമ്പ്. കഴിഞ്ഞ വർഷം അത് 15ാമതായി. ഇത്തവണ നമ്മൾ 1ാമതാണ്. വൻകിട വ്യവസായ സംരംഭങ്ങളെല്ലാം കേരളത്തിൽ തേടി വരികയാണ്. അപ്പൊ അത്തരത്തിൽ വ്യവസായ നയത്തിൽ ഊന്നി നിന്നുകൊണ്ട്, മദ്യനയത്തിൽ ഊന്നി നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിനും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന വൻ ലോബി പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഓർഡർ, ഒരു ഉത്തരവ് ഗവൺമെന്റ് പുറത്തിറക്കിയത്. നമുക്കറിയാം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിലൊരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങൊന്ന് വഴങ്ങിയാൽ എനിക്കൊരു ചോദ്യമുണ്ട്. ചോദിച്ചോളൂ. അതിലങ്ങ് ആദ്യം മദ്യനയവുമായി ബന്ധപ്പെട്ട്, ശരിയാണ്, മദ്യനയത്തിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്ന് 2024 മദ്യനയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അറിയേണ്ടത്, ഈ മദ്യനയം വരുന്നതിന് മുൻപാണോ ഈ ഒയാസിസ് കമ്പനി ഈ സ്ഥലം വാങ്ങി അവിടെ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സർക്കാരിനോട് എഥനോൾ ഓയിൽ നിർമ്മാണത്തിനുള്ള ലൈസൻസിന് അപേക്ഷിച്ചത് എന്നാണ്?
അല്ല, 24 ഏക്കർ സ്ഥലത്തോളം അവരുടെ പേരിലുണ്ട്. ആ 24 ഏക്കർ സ്ഥലത്തിന് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ആപ്ലിക്കേഷൻ വന്നതും തുടർ നടപടികളും സ്വീകരിച്ചത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സംരംഭകർ എന്ത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് വ്യവസായ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചാലും ഏറ്റവും അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടികൾ ആണ് ഗവൺമെന്റ് സ്വീകരിക്കുക. എനിക്ക് തർക്കമില്ല, അതാണ് അതിന്റെ രീതി. ഏതൊരു സംരംഭകൻ വന്നാലും കൊടുക്കും. കഴിഞ്ഞ 7 ഡിസ്റ്റിലറികൾ അനുവദിച്ചതും UDF-ന്റെ കാലത്താണ്, 2 ബ്രൂവറികൾ അനുവദിച്ചതും UDF-ന്റെ കാലത്താണ്. ഇതിലൊന്നും തന്നെ ഈ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ അഴിമതിയുടെ ഒരു സംശയം പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒയാസിസ് കമ്പനി ഈ എലപ്പുള്ളിയിൽ വന്ന് സ്ഥലം വാങ്ങുന്നതും അതിനുശേഷം എലപ്പുള്ളിയിലെ മേൽവിലാസം വെച്ച് ലൈസൻസിന് അപേക്ഷിക്കുന്നതും നമ്മുടെ സംസ്ഥാനത്ത് മദ്യനയം തിരുത്തുന്നതിന് മുൻപല്ലേ? എന്ന് പറഞ്ഞാൽ മദ്യനയം തിരുത്തുമെന്ന് ഏതോ കോണിൽ നിന്ന് ഇവർക്കൊരു വിവരം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സ്ഥലം വാങ്ങുന്നതും അവർ ഈ എഥനോൾ ഓയിൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്നതും എന്ന് പറഞ്ഞാൽ അത് ലോജിക്കലി നിലനിൽക്കുന്നതല്ലേ അരുൺ? ഒരിക്കലും നിലനിൽക്കില്ല. ഇപ്പൊ ഇവിടെ ഒറ്റ പ്രശ്നം, ഏത് പുതിയ സംരംഭങ്ങൾ വന്നാലും അതിൽ അഴിമതി എന്ന് പറഞ്ഞ് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ വാർത്ത ആദ്യം പുറത്തുവിടുക. ദൃശ്യമാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുക്കും. അതിനുശേഷം നേരെ കോടതിയിൽ പോകുക, എന്നിട്ട് ആ സംരംഭത്തെ ഇല്ലായ്മ ചെയ്യുക. ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്, എത്ര തവണയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കേരള ഹൈക്കോടതിയെ സമീപിച്ചത്? എത്ര ആഴ്ചകൾ മാസങ്ങളാണ് ഈ കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ചർച്ച സംഘടിപ്പിച്ചത്? അവസാനം ഒരു ചർച്ചയും വിജയത്തിലെത്തുന്ന, ഒരു ആരോപണവും വിജയത്തിലെത്തുന്ന, ഒരു കേസും വിജയത്തിലെത്തുന്ന സാഹചര്യം കേരളത്തിലുണ്ടായോ? ഇപ്പോ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതി പോയില്ലേ? അതുപോലെ KPCC പ്രസിഡന്റ് ഹൈക്കോടതി പോയില്ലേ? AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പോയില്ലേ? ജലമെട്രോയിൽ അഴിമതിയാണെന്ന് പറഞ്ഞു പോയില്ലേ? അവസാനം പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി പറഞ്ഞത് എന്താ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, താങ്കൾക്കും പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കുന്ന അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു കോടതി ഒരു പ്രതിപക്ഷ നേതാവിനോട് രാഷ്ട്രീയ ധാർമ്മികത സ്വന്തം തനിക്കുണ്ട് എന്ന് പറഞ്ഞ അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ സാഹചര്യം ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതി സ്പ്രിംഗ്ലർ വിവാദവുമത്തെ തുടർന്ന് പിന്നീട് സ്പ്രിംഗ്ലർ കമ്പനി കോവിഡ് ഡാറ്റ കളക്ഷനിൽ നിന്ന് പിന്മാറി. ആ ഡാറ്റ വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളൊരു ആരോപണം സമൂഹമധ്യത്തിൽ വളരെ ശക്തമായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് സ്പ്രിംഗ്ലർ ആ സേവനം നമുക്ക് നൽകിയിട്ടില്ല. PPE കിറ്റുമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ CAG ശരിവച്ചിരിക്കുന്നു. 10,23,00,000 രൂപയുടെ വലിയ നഷ്ടം പൊതുഖജനാവിനുണ്ടാക്കി. 550 രൂപയ്ക്ക് വാങ്ങാമായിരുന്ന കിറ്റ് 1550 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മറ്റൊന്ന് പമ്പയിലെ മണൽവാരലുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തല ഉയർത്തിയ ആരോപണം, ആ ആരോപണത്തിലും പ്രാഥമികമായി കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. ശരിയാണ്, കോടതിയിൽ ചില തെളിവുകൾ ഹാജരാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ CAG റിപ്പോർട്ടുകൾ അടക്കം കിറ്റ് വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സാധ്യതയും സാധുതയും നൽകുന്നുണ്ട്. ഒന്നുമില്ല, PPP കിറ്റ് ആ ദുരന്ത ഘട്ടത്തിൽ ലോകത്താകമാനം കോവിഡിന്റെ ആ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്താണ് മാർഗം? അന്ന് ടെൻഡർ വിളിക്കാനോ അല്ലെങ്കിൽ പണത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ നോക്കി ചികിത്സ വൈകിപ്പിക്കാനുള്ള നിലപാടല്ല സ്വീകരിച്ചത്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് കണ്ടുപിടുത്തം വന്നാലും നമുക്കറിയാം കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഏത് ആരോപണം ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചാലും അത് കുറച്ചു നാൾ പൊതുമണ്ഡലത്തിൽ നിൽക്കും എന്നല്ലാതെ അത് തെളിയിക്കാൻ കഴിയാതെ, ഇപ്പൊ കോടതിയാണല്ലോ ആധികാരികമായിട്ട് ഇവരെല്ലാം പോയി സമീപിക്കുന്നത്. അഴിമതിയാണ്. ഈ കേസെല്ലാം തള്ളിക്കളയുകയും പ്രതിപക്ഷത്തിന് ചുട്ട അടി കിട്ടുന്ന തരത്തിലേക്ക് അത്തരം കേസുകൾ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യം സൂചിപ്പിക്കാം, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കുമ്പോൾ അത് ഗൗരവത്തോടെ കണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് പ്രതിപക്ഷം. കാരണം 28ാം സ്ഥാനത്ത് നിന്ന് 15ാം സ്ഥാനത്തേക്കും ബിസിനസ്സിൽ എത്തുക എന്ന് പറഞ്ഞാൽ കാഴ്ചവെച്ച വ്യവസായ വകുപ്പ് ഇന്നിപ്പോൾ ദാവോസിലാണ് നമ്മളുടെ വ്യവസായ വകുപ്പ് മന്ത്രി. പക്ഷേ എന്റെ വിഷയം, ഘടകകക്ഷിയായ CPA പോലും ഈ വിഷയത്തിൽ ഒരു കുടിവെള്ള വിഷയം ഉണ്ടായിരിക്കുന്നു എന്ന് പ്രതികരണം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അവരെ പോലും നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല. എലപ്പുള്ളിയിലെ പുതുശ്ശേരിയിലെ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളെ നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു. അവർ ഈ പാലക്കാട് സമ്മേളനത്തിൽ ചോദിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, താങ്കൾക്കത് നിഷേധിക്കാം, നേരിട്ട് നമ്മുടെ പ്രതിനിധി അവിടെ ഇല്ലാത്തതുകൊണ്ട്, ഈ തങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഇത്തരമൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ്. 600 കോടിയുടെ ഒരു വമ്പൻ പദ്ധതി വരുമ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിനെ അത് അറിയിക്കേണ്ട ഒരു ധാർമ്മിക ബാധ്യതയില്ല. അവരുടെ ന്യായമായ സംശയമാണ് ഞങ്ങളുടെ കുടിവെള്ളം മുട്ടുമോ എന്നുള്ളത്. സ്വാഭാവികമായും ശരിയാണ്, 3 വർഷത്തിനുള്ളിൽ KSFT അനുസരിച്ച് അപേക്ഷിച്ചാൽ 3 വർഷത്തിനുള്ളിൽ ലൈസൻസുകൾ ലഭ്യമാക്കിയാൽ മതി. പക്ഷെ ഒരു ധാർമ്മിക ബാധ്യതയില്ലേ? എക്സൈസ് വകുപ്പും തദ്ദേശ വകുപ്പും ഒരേ മന്ത്രിയല്ലേ ഭരിക്കുന്നത് അരുൺ?
ഇതിലെ ഇൻ പ്രിൻസിപ്പൾ അനുമതി കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസുകൾ അപ്പോൾ ഹാജരാക്കേണ്ടതില്ല. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, 3 കൊല്ലത്തിനുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ എല്ലാം ലൈസൻസുകൾ ഹാജരാക്കിയാൽ മാത്രമേ ഇവർക്ക് ഈ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പൊ ഈ 16/1/2025 ഉത്തരവിന്റെ ആ സംഗ്രഹം തന്നെ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ അനുമതി നൽകി ഉത്തരവ്. ഇവിടെ വ്യവസായ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമപ്രകാരവും ഇത്തരത്തിൽ ഒരു അപേക്ഷ കിട്ടിയാൽ സമയബന്ധിതമായി പരിശോധിച്ച് പരിഗണിച്ച് അതിന് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കും. 3 കൊല്ലത്തിനുള്ളിൽ ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ലൈസൻസും ഹാജരാക്കണം. ഇപ്പൊ നമ്മൾ എന്താ ഏറ്റവും ആദ്യം അതിന്റെ നിർമ്മാണ പ്രവർത്തനം ബ്രൂവറിയിലേക്കല്ലല്ലോ പോകുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ IMFL ബോട്ടിലിംഗ് ആണ്. അതിനുശേഷം ഓരോ ഘട്ടം 4 ഘട്ടം നിർവഹിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിന്റെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ അരി ഉപയോഗശൂന്യമായതുൾപ്പെടെ ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച്, ഗോതമ്പ്, മധുരക്കിഴങ്ങ്, ഈ കേരളത്തിൽ സുലഭമായിട്ടുള്ള മരച്ചീനി അടക്കം നമുക്കറിയാം. അതിന്റെ കൃഷിയൊക്കെ നമുക്ക് ചില സമയത്ത് അതൊക്കെ കർഷകർക്ക് ഗുണകരമായ ഒരു കാര്യമാണ്. അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. അത്തരം പദ്ധതികൾ കർഷകർക്ക് സഹായിക്കുമെങ്കിൽ അതൊക്കെ വരണം എന്നുള്ളതാണ് എന്റെ നിലപാട്. പക്ഷേ എനിക്കറിയേണ്ടത് ഇതിലൊരു കുടിവെള്ള പ്രശ്നം ഇൻവോൾവ് ആയിരിക്കുന്നു. അഴിമതിയുടെ വിഷയം ഞാൻ നേരത്തെ ചോദിച്ചു. അത് ഈ കമ്പനി രൂപീകൃതമാകുന്നതും കമ്പനി കേന്ദ്രത്തിന്റെ ലൈസൻസിന് അനുമതിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതും ഈ മദ്യനയം തിരുത്തപ്പെടുന്നതിന് മുൻപാണ് എന്നുള്ളതിലാണ് പ്രതിപക്ഷത്തിന് സംശയമുണ്ടാവുന്നതും പൊതുജനത്തിന് സംശയമുണ്ടാവുന്നതും. അതവിടെ നിൽക്കട്ടെ, അന്വേഷണത്തിലൂടെ വ്യക്തമാവട്ടെ. പക്ഷേ അറിയേണ്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പനി എന്തിനാണ് വാട്ടർ അതോറിറ്റിയിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഈ കമ്പനി തങ്ങളെ സമീപിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് പാർട്ടി സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ മഴവെള്ള സംഭരണിയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാട്ടർ അതോറിറ്റി ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന അനുമതി പത്രമുണ്ടല്ലോ, സാങ്ഷൻ ഉണ്ടല്ലോ, ആ സാങ്ഷനിൽ പറയുന്നൊരു കാര്യമുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ഹാസ് ബീൻ ആസ്ക്ഡ് ടു ഗീവ് water consent of sufficient quantity of your upcoming project in Eleppulli for tender participation with oil companies for signing expression of interest by reference number എന്ന് പറയുന്നു. I would like to inform you that water can be spared to the upcoming project from Kinfra water supply scheme implemented by Kerala Water Authority. അപ്പോൾ ഈ പ്രോജക്റ്റിന് വേണ്ടുന്ന വെള്ളം മഴവെള്ള സംഭരണിയെ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നതെന്നും കിൻഫ്രയിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റിൽ നിന്ന് ജലം ഇവർക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നതും വാട്ടർ അതോറിറ്റിയാണ്. ഈ വിഷയം ആദ്യം വരുമ്പോൾ വാട്ടർ അതോറിറ്റിയിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ നിഷേധിക്കുകയാണ്, പിന്നീട് മഴവെള്ള സംഭരണിയാണെന്ന് പറയുകയാണ്. എന്തിനാണെങ്കിലും മാറ്റി പറയുന്നത്? ഈ കാര്യങ്ങൾ വ്യക്തമായി ഒറ്റ കാര്യം സൂചിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടാവുന്നത് CPIക്ക് പോലും. അരുൺ, ഇതിലിപ്പോ ഒരു വ്യവസായ സംരംഭം കേരളത്തിൽ ആരംഭിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ ആകർഷിക്കാൻ നമ്മൾ നല്ല ഗതാഗതം പ്രൊവൈഡ് ചെയ്യണം, വൈദ്യുതി പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ വാട്ടർ സപ്ലൈ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യണം. പശ്ചാത്തല സൗകര്യങ്ങളിൽ വികസനം ഉണ്ടായാൽ മാത്രമേ വൻകിട വ്യവസായ സംരംഭങ്ങൾ കേരളത്തിലേക്ക് എത്തൂ. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ ഒന്നും വരില്ല എന്ന് പറഞ്ഞവരെല്ലാം മാറ്റി പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? ഇത്തരത്തിലുള്ള 3 അടിസ്ഥാന സൗകര്യങ്ങളിലും ഗവൺമെന്റ് നല്ല സൗകര്യങ്ങൾ ആദ്യം വാട്ടർ അതോറിറ്റി പിന്നീട് മഴവെള്ള സംഭരണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റേണ്ടതുണ്ടോ? അല്ല, അതല്ലേ സത്യസന്ധമായി തന്നെയാണ് 16-ാം തീയതി ഇറങ്ങിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ഇത് വായിച്ചിട്ടുണ്ടാവുമല്ലോ. നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിപ്പിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ആ പ്രോജക്റ്റ് കമ്പനി കൊടുത്തതിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. ജലത്തിന്റെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഈ രീതിയിലുള്ള മൾട്ടി ഫീൽഡ് പ്രോജക്ട് ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ, അത് ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. വാട്ടർ അതോറിറ്റിക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ പരിശോധിച്ച് ഇവരുടെ കമ്പനിയുടെ പ്രോജക്റ്റ് എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അവസാനിപ്പിക്കാം. അല്ല, ഞാൻ അവസാനിപ്പിക്കാം. അര മിനിറ്റ് മതി, അവസാനിപ്പിക്കാം. ആദ്യം നയമില്ല, 2 ടെൻഡർ ഇല്ല, 3 വ്യവസായ സംരംഭങ്ങളുടെ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നം, അവസാനം ജലചൂഷണം എത്തി. ഇപ്പൊ ജലചൂഷണവും 2 ദിവസത്തിന് പോകും. ഞാൻ മനസ്സിലാക്കുന്നു 2 ദിവസമായി നിങ്ങളുടെ ചാനൽ അടക്കം പ്രധാനപ്പെട്ട ചർച്ചകളിലടക്കം ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതും 2 ദിവസത്തിനുള്ളിൽ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഏത് പുതിയ സംരംഭം വന്നാലും രേവതി ബാബുവിലേക്ക് കൂടി പോകുന്നു. രേവതി ബാബു, നേരത്തെ അരുൺ പറഞ്ഞതാണ് കേരളത്തിലെ വ്യവസായ നയം. സ്വിഫ്റ്റ് പദ്ധതി അനുസരിച്ച്, സ്വിഫ്റ്റ് അനുസരിച്ച് അപേക്ഷ നൽകിയാൽ 3 വർഷത്തിനുള്ളിൽ മാത്രമേ ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെതുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈസൻസ് ആ സ്ഥാപനം സ്വന്തമാക്കേണ്ടതുള്ളൂ. 3 വർഷത്തിനുള്ളിൽ അത് നടപ്പിലാക്കിയാൽ മതി. നേരിട്ട് സർക്കാർ തന്നെ നടപ്പിലാക്കുന്ന ഒരു വ്യവസായ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിങ്ങൾക്ക് സംശയം തോന്നാൻ എന്താണ് കാരണം?
രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പഞ്ചായത്തിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒന്ന്, ഈ വിഷയം പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാമായിരുന്നുവെന്ന് ഒയാസിസ് കമ്പനി പറയുന്നു, നമ്പർ 1. നമ്പർ 2, സ്ഥലം വാങ്ങിയത് കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരിൽ ഒരാളുടെ ഇടനിലയിലാണ് എന്നുള്ളതും നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ്. മാത്രവുമല്ല, ഇതിൽ ജലചൂഷണത്തിൻ്റെതായ ഒന്നുമില്ലെന്നും വാട്ടർ ഹാർവസ്റ്റിംഗ്, മഴവെള്ള ജലസംഭരണി ഉപയോഗിച്ചാണ് പ്രാഥമികമായി ഈ ജലം കണ്ടെത്തുന്നതെന്നും ബാക്കിയുള്ളത് കിൻഫ്രയിലേക്കുള്ള വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നതെന്നും വ്യക്തമായി പറയുന്നു. ഗ്രൗണ്ട് വാട്ടർ അഥവാ ഭൂഗർഭജലം ഉപയോഗിക്കാതെയാണ് ഈ പദ്ധതിയെങ്കിൽ നിങ്ങളതിനെ എതിർക്കേണ്ടതുണ്ടോ രേവതി ബാബു? നമസ്കാരം. സത്യത്തിൽ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടും കൊണ്ട് അടിമുടി ദുരൂഹതയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിസഭ തീരുമാനം ഇറങ്ങിയ ആ സമയം തൊട്ട്, കാരണം മന്ത്രിസഭ പ്രാരംഭ അനുമതി കൊടുക്കുന്നത് തന്നെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് കൊടുക്കുന്നത്. കഞ്ചിക്കോട് എങ്ങനെയാണ് വന്ന് എലപ്പുള്ളി എത്തിയത്? അവിടെ മുതൽ ഇതിൻ്റെ ദുരൂഹത തുടങ്ങുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ നേരത്തെ അതായിരുന്നു ആരോപണം, പിന്നെ നയമായിരുന്നു ആരോപണം, പിന്നെ വെള്ളമായിരുന്നു ആരോപണം, പിന്നെ പൊല്യൂഷനായിരുന്നു ആരോപണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ പുതിയ ആരോപണത്തിലേക്ക് പോകുന്നു. ഇപ്പം ജലമാണ് ആരോപണം എന്ന് പറയുന്നു. ഇതും 2 ദിവസം കഴിഞ്ഞാൽ മാറി ചിന്തിക്കും, പറയും എന്നാണ് പറയുന്നത്. ആ ആരോപണങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല, അതൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പുതിയ പുതിയ ആരോപണങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ അടിമുടി ദുരൂഹത എന്ന്. ഓരോ ഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ദുരൂഹതയുണ്ട്. അതാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ കമ്പനിക്ക് എലപ്പുള്ളി പഞ്ചായത്തുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? കമ്പനി പഞ്ചായത്തിനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അറിയിച്ചത്? രേഖാമൂലം ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല 6 മാസങ്ങൾക്ക് മുമ്പ്. കാരണം ഏകജാലക കമ്മിറ്റിയിൽ ആ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അംഗമാണ്, ശരിയാണ്. പക്ഷേ സെക്രട്ടറിക്ക് ഇതുവരെ ഒരു ഫയൽ പോലും ലഭിക്കാതെ 6 മാസങ്ങൾക്ക് മുൻപ് സെക്രട്ടറിയോട് താങ്കളുടെ പഞ്ചായത്തിൽ ഒയാസിസ് കമ്പനി വരുന്നുണ്ട്, അതിൽ ആരുടെയെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫ്രണ്ട് ഓഫീസിൽ ലഭിക്കാത്ത പരാതി എങ്ങനെയാണ് ഉണ്ട് എന്ന് സെക്രട്ടറി പറയുന്നത്? ഈ സംഭവം മന്ത്രിസഭാ തീരുമാനം പുറത്ത് വന്ന ഉടനെ തന്നെ അവിടെയുള്ള ജനങ്ങൾ മൊത്തം പ്രതികരിച്ചു, നാട്ടുകാർ പ്രതികരിച്ചു, പഞ്ചായത്ത് ഭരണസമിതി പ്രതികരിച്ചില്ലേ? അപ്പോൾ പ്രതിഷേധം ഇല്ലാണ്ടാണോ ഈ ജനങ്ങളൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് പ്രതികരിച്ചത്? അതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പറഞ്ഞു ഒരു മെമ്പർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ആ പ്രവർത്തകൻ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അങ്ങേരൊരു റിയൽ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സ്ഥലം വാങ്ങലും കൊടുക്കലുമൊക്കെ. പാലക്കാടുള്ള ഗോപികൃഷ്ണൻ പാലപ്പുറം ഒറ്റപ്പാലം എന്നുള്ള വ്യക്തിയാണ് ഈ വ്യക്തിയെ സമീപിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കമ്പനിയാണോ നേരിട്ട് സമീപിച്ചത്? അല്ലല്ലോ. ഈ വ്യക്തിക്ക് അറിയില്ലല്ലോ ഇത് ആർക്ക് വേണ്ടിയാണ് വാങ്ങിക്കുന്നത് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്. ആ തൊഴിലിനെ എങ്ങനെയാണ് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? അത് തീർത്തും അപഹാസ്യമാണ് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. 26 ഏക്കർ സ്ഥലവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒയാസിസ് കമ്പനിയുടെ പേരിലല്ലേ? ആ ഒയാസിസ് കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ കോൺഗ്രസ് പ്രവർത്തകനൊരു സംശയവും തോന്നില്ലേ? ഇല്ല, അത് ആ പ്രവർത്തകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ സ്ഥലം വാങ്ങുമ്പോൾ എന്താവശ്യത്തിനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അനുവദിച്ച് കിട്ടുന്ന മുറയ്ക്ക് കമ്പനി ഏതെന്ന് വെളിപ്പെടുത്താൻ കഴിയൂ എന്ന് ആ പ്രവർത്തകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ചാനലിൽ. പിന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് അയാളുടെ തൊഴിലാണ്. രേവതി ബാബു നേരത്തെ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ പഞ്ചായത്തിന് ഒരു കാര്യവും അറിയാതെ പോയിരുന്നു എന്നുള്ളത്. പക്ഷെ നിലവിൽ K-SWIFT പദ്ധതി അനുസരിച്ച് പഞ്ചായത്തിനെ ആദ്യഘട്ടത്തിൽ അറിയിക്കേണ്ടതില്ല. ഈ ലൈസൻസ് കൊടുത്ത് പ്രവർത്തനക്ഷമമായി 3 വർഷത്തിനുള്ളിൽ മാത്രമേ പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമുള്ളൂ. നോക്കൂ, നിലവിലുള്ള അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ ചില ഡോക്യുമെന്റുകളുണ്ട്. മഴവെള്ള സംഭരണിയാണ് പ്രാഥമികമായി ആശ്രയിക്കുക. 5 ഏക്കറിലായിട്ട് വലിയൊരു മഴവെള്ള സംഭരണി ഈ കമ്പനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് അനുമതി കൊടുത്തേ മതിയാകൂ.
2, കിൻഫ്ര പ്ലാന്റിൽ നിന്ന് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമെന്ന് സമ്മതിപത്രം കൊടുത്തിരിക്കുന്നു. അതിനും നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാനുള്ള സാധ്യതയില്ല. മാലിന്യവും ഉണ്ടാവില്ല എന്ന് ഈ കമ്പനി ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കാൻ പറ്റൂ? സ്ട്രെയിറ്റ് ചോദ്യമാണ് രേവതി. എന്ത് ഉറപ്പ് വരുത്തിയാലും കൊടുക്കില്ല എന്നുള്ളത് തീരുമാനമാണ്. എതിരല്ല, ഒന്നും എതിരല്ല. പക്ഷേ എന്ത് കാരണം പറഞ്ഞു തിരസ്കരിക്കും? അതായത് തിരസ്കരിക്കാൻ കാരണമുണ്ട്. കാരണം ഈ പഞ്ചായത്തിൽ ജനിച്ച് വളർന്ന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുടിവെള്ളത്തിന് കിലോമീറ്ററുകളോളം നടന്ന് പാടങ്ങളിലുള്ള കുഴികളിൽ നിന്ന്, അതായത് കല്ലുകുഴി എന്ന് പറയും, ഈ കല്ലുകളുടെ ഇടയിൽ ഉറവ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതിനെ കപ്പ് കൊണ്ട് കുടങ്ങളിൽ മുക്കിയെടുത്ത് ഇടുപ്പിലും തലയിലും ചുമന്നുകൊണ്ട് കിലോമീറ്ററുകൾ നടന്നിട്ടുള്ള അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കുടിവെള്ളം അത് പറഞ്ഞ് വെള്ളം നിഷേധിക്കും രേവതി ബാബു? അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ റെയിൻ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. റെയിൻ വാട്ടർ എങ്ങനെയാ മാജിക്കിൽ കൂടെയാണോ വരുന്നത്? പരിസ്ഥിതി മുഴുവൻ മലിനമാക്കിയിട്ട് എവിടെ നിന്നാണ് മഴവെള്ളം സംഭരിക്കാൻ കഴിയുന്നത്? കമ്പനി പറയുന്നത് കിൻഫ്രയിലെ പ്ലാന്റിൽ നിന്ന്. അതാണ് എന്റെ ചോദ്യം രേവതി ബാബു. നിങ്ങൾക്ക് ഇത് നിഷേധിക്കണമെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ വേണം. കമ്പനി ആ പെർമിഷൻ നിങ്ങൾക്ക് തേടുന്നില്ല രേവതി ബാബു. നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു പോയാൽ, ഈ കിൻഫ്ര പ്ലാന്റിൽ നിന്ന് വെള്ളമെടുത്തൊരു വ്യവസായ സ്ഥാപനം നിങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? കിൻഫ്ര പ്ലാന്റിൽ നിന്ന് വെള്ളമെടുത്തൊരു കമ്പനി നിങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുക? ഈ കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നത് മലമ്പുഴയിൽ നിന്നാണ്. കാർഷിക വൃത്തിക്കും അതുപോലെ കുടിവെള്ളത്തിനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ തന്നെ പ്രതിഷേധം വന്നു കഴിഞ്ഞു. പ്രാഥമികമായി കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചതിനു ശേഷം, അഥവാ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചതിന് ശേഷം വ്യവസായ ആവശ്യങ്ങൾക്ക് നൽകാം. നിലവിൽ വ്യവസായ ആവശ്യത്തിന് വെള്ളം നൽകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കിൻഫ്ര പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നതും വാട്ടർ അതോറിറ്റി വെള്ളം കൊണ്ടുപോകുന്നതും വ്യവസായ ആവശ്യങ്ങൾക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിന്റെ നിലപാടെന്താ? വ്യവസായ ആവശ്യങ്ങൾക്ക് വെള്ളം നൽകേണ്ടതില്ല എന്ന നിലപാടാണോ? കുടിവെള്ളത്തിനും കൃഷിക്കും വെള്ളം കൊടുത്തതിനു ശേഷം ഗവൺമെന്റിന് എന്തിനാ ഇത്രയും പിടിവാശി? ഈ കുടിവെള്ളത്തിന് കഷ്ടപ്പെടുന്ന ഈ പഞ്ചായത്തിൽ തന്നെ ഈ ഒരു അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ജലമാണ് ഈ കമ്പനിക്ക്. എന്നാൽ ധാരാളം ജലം ലഭ്യമാകുന്ന ആലപ്പുഴയിലോ കുട്ടനാടോ കൊണ്ടുപോയിട്ട് ഇത്തരം കമ്പനികൾ പ്രവർത്തിച്ചൂടെ? എന്തിനാണ് കുടിവെള്ളത്തിന് കഷ്ടപ്പെടുന്ന ഈ പഞ്ചായത്തിൽ വന്നിട്ട് ഇത്തരം കർഷകരെ സഹായിക്കാനെന്നാണ് സർക്കാരും കമ്പനിയും പറയുന്നത്. അതെ, അതിന് ഞാനൊരു ഉദാഹരണം തീർച്ചയായിട്ടും അനുഭവങ്ങളിൽ കൂടെ പറയാൻ കഴിയും. പാലക്കാട്ടെ കർഷകരെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് പാർക്കിൽ നിങ്ങൾക്ക് ജോലി തരാം, കർഷകരുണ്ടാക്കുന്ന ഉത്പന്നങ്ങൾ, നാളികേരം അടക്കമുള്ള ഉത്പന്നങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കിൻഫ്രയിലെ ഫുഡ് പാർക്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 10 വർഷമായി പ്രവർത്തിക്കുന്നു. അവിടെ ഇറക്കുന്ന നാളികേരങ്ങൾ ഇന്തോനേഷ്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമാണ്. ഇവിടുത്തെ കർഷകരുടെ നാളികേരം ഒന്നുപോലും എടുക്കുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞു പറ്റിക്കലല്ലേ? ആ അനുഭവം അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ മിനിറ്റ് നോക്കൂ. കർഷകരെ സഹായിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അല്ലേ മുൻഗണന കൊടുക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ വ്യവസായം വേണ്ടേ? 600 കോടി 650 പേർക്ക് നേരിട്ട് ജോലി കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വേണം. ജീവിക്കാൻ വഴിയില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ആരോഗ്യമില്ലാതെ, മാലിന്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ തൊഴിൽ ചെയ്യുന്നത്? അതുകൂടി ചിന്തിക്കണ്ടേ? നോക്കൂ, ഗവൺമെന്റ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞു എഥനോളും അതുപോലെ തന്നെ സ്പിരിറ്റും ഒക്കെ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്ര കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഇറക്കുമതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റിന് മുന്നിൽ ഈ എഥനോളും സ്പിരിറ്റിന്റെയും മാത്രമേ കണക്കുള്ളൂ?
കാരണം ഇവിടുത്തെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി 20% ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അല്ല, അതൊരു വിശാലമായ ചർച്ചയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇതിൽ തന്നെ നിൽക്കേണ്ടതുണ്ട്. കാര്യം കർണാടകയിൽ നിന്നാണ് ഇത്രയും അധികം മദ്യം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതെന്നും കർണാടകയിലെ ലോബിക്കാണ് ഇതിന്റെ ലാഭം എന്നുമാണ് സർക്കാരും CPM പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ തിരിച്ചു വരാം. ദേവതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഫുഡ് പാർക്ക് അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കർഷകരെ സഹായിക്കാൻ വേണ്ടി എന്ന മട്ടിൽ വരും, അത് പിന്നീട് കർഷക വിരുദ്ധമായി തീരുമെന്നുള്ളതാണ് താങ്കളുടെ ഒരു വാദം. പക്ഷെ എനിക്ക് ഇനിയും മനസ്സിലാകാതെ പോകുന്നത്, പഞ്ചായത്ത് അവിടെ ഭൂഗർഭജലം ഈ കമ്പനി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അനുമതി നിഷേധിക്കും എന്നുള്ളതാണ്. അതിന് വ്യക്തമായ ഒരു ഉത്തരം ദേവതി തന്നിട്ടില്ല. കാര്യം നിങ്ങൾക്ക് സ്വേച്ഛാപരമായി അത് നിഷേധിക്കാൻ കഴിയില്ല. നിലവിലുള്ള ചട്ടപ്രകാരം ഭൂഗർഭജലത്തിനുള്ള അനുമതി കമ്പനി ചോദിക്കുന്നില്ലെങ്കിൽ മഴവെള്ള സംഭരണിക്ക് നിങ്ങൾക്ക് അനുമതി കൊടുത്തേ മതിയാവൂ. കിൻഫ്ര പാർക്കിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതിനുള്ള അനുമതി കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. അത് ഇതിനകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തത്വത്തിൽ നിങ്ങൾക്ക് ആ കമ്പനിക്ക് അനുമതി നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കപ്പം NMPSലേക്ക് NMPS സർക്കാർ പറയുന്നു 680 പേർക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ്? വികസന വിരോധികളാണോ? നിങ്ങൾ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ വികസന പദ്ധതികളെയും തുരങ്കം വയ്ക്കുന്നു. കുടിവെള്ള പ്രശ്നം ഇതിൽ ഉൾച്ചേർന്നിട്ടില്ല. ഇത് മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കമ്പനി നിക്ഷേപത്തിന് വന്നാൽ ആ കമ്പനിയെ പിന്തിരിപ്പിച്ച് അയക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്നു. NMPS മാറിയ മദ്യനയത്തിന്റെ ഭാഗമായി ഇത്തരം പദ്ധതികൾ വരേണ്ടത് ആവശ്യമല്ലേ? പക്ഷേ ഘടകകക്ഷിയായ CPI പോലും വിശ്വാസത്തിലെടുക്കാതെ ഈ പദ്ധതി കൊണ്ടുവരുന്നതിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? NMPS പൊതുവെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അത് നമ്മൾ ഇന്നിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ ഇത് വിവാദപരമായതിന്റെ പശ്ചാത്തലത്തിലാണ്. നേരത്തെ ചർച്ച തുടങ്ങുന്ന സമയത്ത് അരുൺ സൂചിപ്പിച്ച പോലെ, അല്ലെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ, ഇത് ഈ കമ്പനി ഇവിടെ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർ സ്ഥലം വാങ്ങുന്നു. എല്ലാ റിയൽ എസ്റ്റേറ്റുകാരും എല്ലാ കമ്പനികളും നടത്തുന്ന ഒരു പ്രവൃത്തി അതാണ്. ഏറ്റവും വിലക്കുറവിന് സ്ഥലമൊക്കെ വാങ്ങിയിട്ടതിന് ശേഷം സർക്കാരിനെ സമീപിക്കുകയും സർക്കാരിന്റെ നയത്തെ മാറ്റുകയും ചെയ്യും. അവിടെയാണ് നമ്മൾ എല്ലാ സർക്കാരിലും, നമ്മളത് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രശ്നം മാത്രമായിട്ട് എടുക്കേണ്ട, എല്ലാ സർക്കാരിലും നമ്മൾ അഴിമതി കണ്ടെത്തുന്നത് അത്തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിവിടെയും നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഒരു അവതാരകൻ എന്ന നിലക്ക് അങ്ങ് ചോദിക്കുകയും അതിന് കൃത്യമായിട്ട് മറുപടി ലഭിക്കാതെ പോവുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും റിയൽ എസ്റ്റേറ്റുകാരുടെയും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കമ്പനി പ്രവർത്തനങ്ങളും നടക്കുന്നതായിട്ടുള്ള ഭൂതങ്ങളുടെയും ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് അതിവിടെയും നടന്നിട്ടുള്ള. അതാണ് ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, സമൂഹത്തിന് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് എലപ്പള്ളി പഞ്ചായത്തിന്റെ പ്രശ്നം മാത്രമല്ല, കേരളത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. ഈ കമ്പനി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് വെള്ളം എവിടെ നിന്ന് ഉപയോഗിക്കും, അതിന് കൃത്യത കിട്ടിയാൽ പകുതി പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മൂന്നാമത് ഇവർ ഉന്നയിച്ച എന്താണ്, ഒയാസിസ് എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തത്? ഏതെങ്കിലും കമ്പനിയെ തിരഞ്ഞെടുക്കേണ്ടി വരും. തിരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ അതിന്റെ പിന്നിൽ പണത്തിന്റെ പ്രവാഹങ്ങൾ ഉണ്ടാകും. അതൊക്കെ ശരിയാണ്. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ പൊതുവായിട്ട് ഈ കമ്പനിയുടെ വരുന്ന സമയത്ത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉയർന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊക്കോകോള കമ്പനി വന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള രീതിയിൽ ഭൂഗർഭജലം ഊറ്റിയെടുത്തതിന്റെ ഫലമായിട്ട് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് വല്ലാതെ താന്നു പോകും. ഭൂമിയുടെ വാട്ടർ ലെവൽ താന്നു കഴിഞ്ഞാൽ ആ പ്രദേശം തന്നെ മരുഭൂമിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ മരുഭൂമിയാവാനായിട്ട് വെമ്പി നിൽക്കുന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ല എന്നാണ്. അവിടെ പ്രത്യേക കാലാവസ്ഥയും അതിന്റെ ഉഷ്ണക്കാറ്റും മറ്റുമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നിന്ന് ഒരു കാരണവശാലും ജലം ഊറ്റാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയുടെ, നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ, നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു നിലനിൽപ്പിന്റെ പ്രസക്തമല്ലെന്ന് തോന്നുന്നു. കാര്യം വാട്ടറിന്റെ സോഴ്സ് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന് മഴവെള്ള സംഭരണി, രണ്ട് വാട്ടർ അതോറിറ്റി തുടങ്ങുന്ന കിൻഫ്ര പ്ലാന്റിൽ നിന്നുള്ള ജലം. ഇതാണ് വാട്ടർ സോഴ്സ്. അതാണ് പിന്നെ പ്രശ്നങ്ങളില്ല. കാരണം ആ പറയുന്ന രീതിയിൽ നടന്നാൽ വിഷയങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ അതാണ് എന്റെ ഒരു കൺസേൺ. NMPS നമ്മൾ ഈ ഒരു വലിയൊരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയെ കണ്ണുമടച്ചെതിർക്കുന്ന ഒരു നിലയിലേക്ക് മാറുന്നുണ്ടോ എന്നതാണ് എന്റെ ഒരു ആശങ്ക. അതേസമയം താങ്കൾ ആദ്യം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരുടെ ഉൽപാദനത്തിന്റെ ടെക്നിക്കൽ നോഹൗ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പോകുന്നത്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്ത് നിർമ്മിക്കുന്നത് അതിനെക്കുറിച്ച് എവിടെയെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ടോ? അതെങ്ങനെ നിർമ്മിക്കാം? നേരത്തെ പറയുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കള്, അതേപോലെ അതായത് മരക്കിഴങ്ങ്, ചോളം, ബാർലി, അരി, ഗോതമ്പ് ഇത്യാദി എല്ലാ സാധനങ്ങളിൽ നിന്നും, കാരണം ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഗ്ലൂക്കോസാണ്.
ഇതിന്റെ ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെയാണ് സാധാരണ രീതിയിൽ ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനത്തിലേക്കുള്ള ഇതിന്റെ സഞ്ചാരം നടക്കുന്നത്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതോ നേരിട്ട് അവർക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ആൽക്കഹോൾ ഉണ്ടാക്കുമ്പോൾ എത്തീൻ എന്ന് പറയുന്ന പദാർത്ഥത്തെ ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് അത് ഈതൈൽ ആൽക്കഹോളാക്കി മാറ്റുന്നത്. അപ്പൊ എത്തീൻ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. അതിലേക്ക് H2 എന്ന് പറയുന്ന വാട്ടർ ചേർക്കുന്ന സമയത്ത് CH3 CH2OH എന്ന് പറയുന്ന ഈതൈൽ ആൽക്കഹോളായിട്ട് മാറും. ആ ഈതൈൽ ആൽക്കഹോൾ സാധാരണ രീതിയിൽ ബ്യൂവറേജ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാണ് പൊതുവായിട്ടുള്ള കണക്ക്. പക്ഷെ നമുക്കറിയാം, വ്യവസായത്തിന് വേണ്ടി ഇതെല്ലാം നിർമ്മിക്കുന്ന സമയത്ത് മക്ഡോണൽഡിന്റെ കമ്പനിയിൽ പോലും മിക്കവാറും ആ പ്രോസസ് ഉപയോഗിച്ചാണ് നടക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആകെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉൽപാദന ഉപാധി എന്ന് പറയുന്നത് ജലം മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് എവിടെ നിന്ന് അവര് ശേഖരിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വളരെ വലിയ വരൾച്ച നേരിടുന്നതായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം പോലും അവിടുത്തെ വാട്ടർ ലെവലിൽ അണ്ടർ വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭ ജലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാധനം മുറ്റിയെടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിന്റെ ഉറപ്പ് നേടുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഉറപ്പുണ്ടെങ്കിൽ ആ കമ്പനി നടത്തുന്നതിന് മറ്റു തടസ്സങ്ങളില്ല. അല്ല, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇവരുടെ വ്യവസായ നയം എന്ന് പറയുന്നത് മദ്യ വിൽപ്പനയാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിൽപ്പന, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മദ്യം വിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് മദ്യം ഉണ്ടാക്കിക്കൂടാ? മറ്റുള്ള സ്ഥലത്ത് ഉണ്ടാക്കി ഇവിടെ കൊണ്ടു വിൽപ്പന നടത്തണത് എന്താണ്? ഇവിടെ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തണ്ടേ? ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് മൊത്തം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ആ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ വലിയ വിശദീകരണങ്ങൾക്ക് പ്രസക്തിയില്ല. കാശ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് മാത്രമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിന് ഫലമായിട്ട് പൊതുസമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സോഷ്യൽ കോസ്റ്റ്, ആരാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഇതുകൊണ്ടുണ്ടാകുന്ന വലിയ ദുരന്തത്തെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്ന ആരും ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, ഞാനതിലേക്ക് വരാം. അതിന് ഒരു മറുപടി നൽകട്ടെ. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നിങ്ങളുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം, ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ പറഞ്ഞത് താങ്കൾ കേട്ടു? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഈ പദ്ധതിയൊക്കെ മുടക്കാൻ നടക്കുന്ന ആളുകൾ മദ്യമൊക്കെ ഉപയോഗിക്കാത്തവരാണോ? ഇത് ഒരു വ്യവസായ ഇടനാഴിയെ തന്നെ ബാധിക്കും, കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ തന്നെ അത് ബാധിക്കും എന്ന മട്ടിലാണ് BJPയുടെ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ പ്രതികരിച്ചത്. BJPക്ക് ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടില്ലേ ശ്രീ കൃഷ്ണദാസ്? BJPയുടെ നിലപാട് പറയേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പാർട്ടി സംസ്ഥാന നേതൃത്വമല്ലേ. ഏതെങ്കിലും ആളുകൾ പറയുന്ന എല്ലാ ഉത്തരങ്ങൾക്കും ചോദ്യങ്ങൾക്കും നമുക്ക് നിലപാടുകളായി കാണാൻ കഴിയില്ല. അത് അഭിപ്രായം മാത്രമേ അല്ല, നമ്മുടെ ഈ ചർച്ചയിൽ അരുണിനോടൊപ്പം നിങ്ങളുടെ ക്രൂവിൽ എത്രയോ ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഈ ചർച്ചയുടെ ഭാഗമാണോ? അല്ലല്ലോ. അരുൺ മാത്രമല്ലേ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ സംഘടനാപരമായി പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നതാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനവും അഭിപ്രായവും. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പോൾ ചർച്ച ചെയ്താൽ പോരെ. നിങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? 1990 അനുമതി കൊടുത്ത ഒരു കമ്പനി, BJP സർക്കാർ അനുമതി കൊടുത്തൊരു കമ്പനി കേരളത്തിൽ 600 കോടിയുടെ നിക്ഷേപവുമായിട്ട് വരുമ്പോൾ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ്? അല്ല, കേരളത്തിൽ ബ്രൂവറി തുടങ്ങാൻ സെൻട്രൽ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ടോ? പാലക്കാട് അങ്ങനെയാണോ? ബ്രൂവറി തുടങ്ങാനല്ലോ കേന്ദ്ര സർക്കാർ അനുമതി നൽകുക. എഥനോൾ ഓയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള 6 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഒരെണ്ണം ഒയാസിസ് ആണ്. അതാണ് ഇതിന്റെ അടിസ്ഥാന പ്രവർത്തനം. അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തു. പിന്നെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാ? അതെന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്? പെട്രോളിയം കമ്പനികൾ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിക്കുന്ന കമ്പനികളുടെ ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുന്ന സമയത്താണ് ആ കാര്യങ്ങളെല്ലാം ഉള്ളത്. അതും ഇപ്പോൾ ഇവിടെ ബ്രൂവറി തുടങ്ങുന്നതുമായിട്ട് എന്താ ബന്ധമുള്ളത്? അതല്ലേ അടിസ്ഥാനമായിട്ട് നിർമ്മാണം നടത്തുക. മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ അരുൺ പറയുന്നത് കേട്ടാലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടാലും സെൻട്രൽ ഗവൺമെന്റിനൊന്നും അനുമതി കൊടുത്ത് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ് പാലക്കാട് ഈ തരത്തിലൊരു സ്ഥാപനം തുടങ്ങാൻ എന്നാണല്ലോ നമ്മൾ ധരിക്കുക. ഇത് കേട്ടിരിക്കുന്ന ആളുകൾ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ K-SWIFT പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ലൈസൻസുകളും 3 വർഷം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ വേണ്ടി കഴിയും. K-SWIFT പദ്ധതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ ഒന്നും വേണ്ട. നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഓൺലൈൻ സംവിധാനങ്ങൾ വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഡീംഡ് ലൈസൻസ് സംവിധാനവും അവിടെയുണ്ട്. പക്ഷെ അതിനർത്ഥം നമ്മുടെ രാജ്യത്തെ എല്ലാ വിനാശകരമായ കാര്യങ്ങളും അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളും ജനങ്ങളെ എതിർക്കുന്ന പദ്ധതികളും ജലചൂഷണവും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഈ തരത്തിലൊരു ഡീംഡ് ലൈസൻസിന് അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് കിട്ടിയതിന്റെ പേരിൽ പിറ്റേ ദിവസം തൊട്ട് ആരംഭിക്കാമെന്നാണോ ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ ആ K-SWIFT പദ്ധതിയുടെ വിഭാവനം?
മൂന്ന് വർഷം ഞങ്ങൾക്കെല്ലാം പ്രവർത്തിക്കാം, പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാൽ ഞങ്ങൾക്ക് വീണ്ടും 3 വർഷം പ്രവർത്തിക്കാം. അങ്ങനെയാണോ അതിനെ വിഭാവനം ചെയ്തത്? അപ്പം നിയമപരമായി തെറ്റില്ലല്ലോ, അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത്. ലൈസൻസുകൾ ആവശ്യമാണ്, അതിന്റെ പദ്ധതിയുടെയും അതിന്റെ അപേക്ഷയുടെ കാര്യത്തിലും അത് വിഭാവനം ചെയ്യുന്ന കാര്യത്തിലും കൃത്യമായി ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 3 വർഷക്കാലത്തേക്ക് ഇതിന് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, K-SWIFT പദ്ധതിയുടെ ഭാഗമല്ലേ, ഇത് ആർക്കും തുടങ്ങാമല്ലോ എന്നൊക്കെ ധരിച്ചാൽ അതൊക്കെ കേട്ടിരിക്കുന്നവരെ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് ഭ്രമിപ്പിക്കാം, അത്രയേ ഉള്ളൂ. അതിലൊന്നും എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം 99-ൽ ഈ സർക്കാർ അല്ലെങ്കിൽ മറ്റ് സർക്കാരുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ സർക്കാരുകൾ അവർ നടപ്പാക്കിയിരുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിരുന്ന ഒരു പദ്ധതിയോ അതല്ലെങ്കിൽ അനുമതി കൊടുക്കാതിരുന്ന ഒരു നയമോ, അത് ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നയം, അത് തിരുത്തപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴാണ് അത് തിരുത്തപ്പെട്ടത്? 2018 അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി. അരുൺ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ അത് പിന്നീട് ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം 2020-ൽ അതിനുവേണ്ടി വീണ്ടും ഒരു ശ്രമം നടത്തി, പക്ഷേ അത് വീണ്ടും അതുപോലെ തന്നെ ഫ്രീസറിലിരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് എപ്പോഴാണ് നാം കാണുന്നത്? നേരത്തെ അരുൺ ആവർത്തിച്ച് ചോദിച്ചല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട്, നിങ്ങൾ അതിനു മുൻപ് ലൈസൻസിന് ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്തിയിരുന്നു ഈ കമ്പനി എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള തീയതികൾ, നാൾവഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സർക്കാർ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു അരുൺ. അത് 2022 മാർച്ച് 11 തീയതി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിന്റെ 64 മുതൽ 68 വരെയുള്ള പാരഗ്രാഫുകളാണ്. അതിൽ കൃത്യമായി പറയുന്നു എവിടെയാണ് എത്തനോൾ പ്രൊഡക്ഷനുള്ള സാധ്യതകൾ തുടങ്ങുന്നത്, എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുന്നു എന്ന് പറയുന്നു. അന്ന് തിരുവനന്തപുരത്തെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് TCRIയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായി തുടങ്ങാൻ വേണ്ടി പോകുന്നു, അതിന് 2 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ ധരിച്ചത് ആ തരത്തിൽ കേരളത്തിൽ സ്വകാര്യ മേഖലയിലാവട്ടെ പൊതുമേഖലയിലാവട്ടെ കേരളത്തിലെ കർഷകരായിട്ടുള്ള സാധാരണക്കാർക്ക് മുഴുവൻ പ്രയോജനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയും ഒരു സംരംഭം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഈ പദ്ധതിക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തിയതാണ് എന്ന് നാം മനസ്സിലാക്കുന്ന എപ്പോഴാണ്? 2025 ജാനുവരി മാസം 16 തീയതിയാണ്. അദാനി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത്? ഇതൊക്കെ ഈ രീതിയിൽ തന്നെയല്ലേ കമ്പനികൾ വരുന്നതും പ്രവർത്തിക്കുന്നതും? എന്റെ ചോദ്യം ഇതാണ് കൃഷ്ണദാസ്, നിങ്ങൾ ഈ 20/3/2024 കേന്ദ്ര സർക്കാർ ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുത്ത് അനുമതി നൽകിയ കമ്പനിയാണ് ഒയാസിസ്. ആ കമ്പനി മാനദണ്ഡങ്ങൾ പാലിച്ച് ഭൂഗർഭ ജല ചൂഷണമില്ലാതെ മഴവെള്ള ജല സംഭരണിയും ഈ വ്യവസായ ആവശ്യത്തിനുള്ള ജലം കൊടുക്കുന്ന പ്ലാന്റിനുള്ള ജലവും ഉപയോഗിച്ച് കേരളത്തിൽ ഒരു മദ്യനിർമ്മാണശാല തുടങ്ങുന്നതിന് നിങ്ങൾക്ക് എന്താണ് തത്വത്തിൽ വിയോജിപ്പ്? അത് പറയൂ. കേരള വാട്ടർ അതോറിറ്റി ഞങ്ങൾ വെള്ളം കൊടുക്കാമെന്ന് കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. മഴവെള്ള സംഭരണി ഏത് സ്ഥാപനത്തിലും ഏത് വീട്ടിലും ഏത് സ്ഥലത്തും ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാവുന്നതും അവസാനിപ്പിക്കാവുന്നതുമായിട്ടുള്ള നടപടിയാണല്ലോ. അങ്ങനെ 5 ഏക്കറിൽ ഞങ്ങൾ മഴവെള്ള സംഭരണി തുടങ്ങാൻ വേണ്ടി പോകുന്നു. അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ഈ പ്ലാന്റിന്റെ മുഴുവൻ പ്രവർത്തനവും നടത്താൻ പോകുന്നത് എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. അല്ല, അതെ, ആയിക്കോട്ടെ, അല്ല എന്നല്ലല്ലോ ഞാൻ. കേരള വാട്ടർ അതോറിറ്റി തങ്ങൾ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിജെപിക്കുണ്ടോ? ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. ജലചൂഷണമാണ് വിഷയം. എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല കൃഷ്ണദാസ്. അല്ലാതെ കുടിവെള്ളമാണ് പ്രശ്നമെങ്കിൽ കുടിവെള്ളം പ്രശ്നമല്ലെന്ന് കമ്പനി പറയുന്നു. ഈ കമ്പനിയുടെ മാനദണ്ഡ പ്രകാരം വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന വ്യവസായിക ആവശ്യത്തിനുള്ള വെള്ളത്തിൽ നിന്ന് മാത്രമാണ് കമ്പനി വേണമെങ്കിൽ വാങ്ങുക, ബാക്കി വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്നാണെന്ന് പറയുന്നു. നിങ്ങൾക്കപ്പോ എതിർപ്പ് എന്തിനാണ്? അത് പറയൂ. ശ്രീ അരുൺ, കമ്പനി എന്ത് പറഞ്ഞു എന്നുള്ളതല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ കമ്പനികൾ എന്തൊക്കെയോ പറയുന്നു, എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. സർക്കാർ എന്ത് പറഞ്ഞു എന്നുള്ളതല്ലേ. സർക്കാർ പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ഇതിന് വെള്ളം കൊടുക്കാൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ വെള്ളം കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചത്. അത് കുടിവെള്ളത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ്, അത് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഭാഗമല്ല. എന്തുകൊണ്ടാണ് വാട്ടർ പ്ലാന്റിന് നിങ്ങൾ എതിരാണോ ബിജെപി? ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായത്തിനെതിരാണോ? വ്യവസായത്തിനെതിരല്ലോ. നിങ്ങൾ കിൻഫ്രയിലെ വാട്ടർ പ്ലാന്റിന് എതിരാണോ? വാട്ടർ അതോറിറ്റിയുടെ വ്യവസായിക അടിസ്ഥാനത്തിൽ വെള്ളം ശേഖരിക്കുന്ന കിൻഫ്രയിലെ വാട്ടർ പ്ലാന്റിന് എതിരാണോ ബിജെപി?
അല്ല, ഇവിടെ പ്രശ്നം അതല്ല അരുൺ, അതല്ലേ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞങ്ങൾ എന്താണ് ഉറച്ചല്ലേ പ്രശ്നം? നിൽക്കുന്നത്. പിന്നീട് ഞങ്ങൾ മഴവെള്ള എവിടെയെങ്കിലും മാറ്റി സംഭരണി, അതിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എതിർക്കേണ്ട സർക്കാരല്ലേ ആവശ്യമില്ല. മാറ്റി അതിന് നിങ്ങളുടെ അനുമതി ആവശ്യമില്ല. പഞ്ചായത്തിന് അനുമതി പോലും ആ ഘട്ടത്തിൽ ആവശ്യമില്ല. അല്ല, സർക്കാരല്ലേ അല്ല അതല്ലേ സർക്കാരല്ലേ മാറ്റി പറയുന്നത്. ഇവിടെ ഇതിന് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത് ചോദിക്കുമ്പോൾ സർക്കാർ പറയുന്നു വാട്ടർ അതോറിറ്റി വ്യാവസായിക പറയുന്നു. നമ്മളത് ഇങ്ങനെ ചർച്ച ചെയ്ത് പോവാണ്. നിങ്ങളുടെ നിലപാട് എന്താണെന്ന് എനിക്ക് ഇനിയും വ്യക്തമായിട്ടില്ല. നിങ്ങൾ എതിർക്കുന്നതിനെതിരെയാണ്. കുടിവെള്ളമാണ് എന്നുണ്ടെങ്കിൽ അത് പറയൂ. അതില്ല എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പദ്ധതി അനുകൂലിക്കോ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനാ. അല്ല, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. ഈ കമ്പനി എങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു, എവിടെ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നു, എന്താണ് ഇതിന്റെ വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളം പ്രകാരവുമാണ്, വെള്ളം എടുത്തുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. പ്രശ്നം അവസാനിച്ചില്ലേ? അങ്ങനെയല്ലല്ലോ സർക്കാർ പറഞ്ഞത്. വാട്ടർ അതോറിറ്റിയുമായി എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടണ്ടേ? അല്ല, അങ്ങനെയാണ് ഉത്തരവ് കൃഷ്ണപ്രസാദ്. അങ്ങനെയാണെങ്കിൽ അത് പുറത്തു വരട്ടെ. അങ്ങനെയാണോ എന്നുള്ളത് പുറത്തു വരട്ടെ. ആദ്യത്തെ വിവക്ഷകൾ എന്തായിരുന്നു? അരുൺകുമാറിലേക്ക് പോകുന്നു. കെ എസ് അരുൺകുമാർ നേരത്തെ അതിഥികൾ പ്രകടിപ്പിച്ച സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം ഇപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത്, രേവതി ബാബു ഉന്നയിക്കുന്നത് പോലെ ഫുഡ് പാർക്ക് പോലെ ഒരു സ്ഥാപനം വന്ന് എങ്ങനെയാണ് ആ കർഷകരെ കബളിപ്പിച്ചത്? സമാനമായ രീതിയിൽ തന്നെയായിരിക്കില്ലേ ഒയാസിസ് കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി എന്ന മട്ടിൽ കൂടി അവതരിപ്പിക്കുന്ന ഈ പ്രോജക്റ്റ് എന്നൊരു സംശയം നിലവിലിരിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി കൂടി നൽകണം. ഇവിടെ ഏതു വ്യവസായ സംരംഭങ്ങൾ നടപ്പിൽ വന്നാലും അല്ലെങ്കിൽ അനുവദിച്ചാലും നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോ കൃത്യമായി പറഞ്ഞാൽ 16/1/2025 ഈ ഉത്തരവിന്റെ അവസാന വരി ഞാൻ വായിക്കാം. ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കേണ്ടതാണെന്നും അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിയമന കൃത്യമായിട്ടുള്ള ഡയറക്ഷനോടും കൂടി, അതായത് എല്ലാ തരത്തിൽ ഇപ്പൊ ബ്രൂവറി 4ാം ഘട്ടത്തിൽ അനുവദിക്കുമെന്ന് പറയുമ്പോൾ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസിംഗ് റൂൾസ്, ബ്രൂവറി റൂൾസ്, ഫോറിൻ ലിക്വർ റൂൾസ് ഇതെല്ലാം ഉണ്ട്. മദ്യം അന്യ സംസ്ഥാനത്തുനിന്ന് കൊണ്ടുവരാം. അസംസ്കൃത വസ്തു അവിടെ നിന്ന് തന്നെ കൊണ്ടുവരണം, കേരളത്തിൽ ഉത്പാദിപ്പിക്കാൻ പാടില്ല. ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന തുക കൂടി ഇത്തരത്തിലുള്ള ജനങ്ങളിൽ നിന്ന് ഈടാക്കണം. ഇത് കേരളത്തിൽ ഉത്പാദിപ്പിക്കാനും ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഗുണം കിട്ടുന്നത് അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ സീറോ ഡിസ്ചാർജ് കൃത്യമായി കാലിത്തീറ്റയായും കോഴിത്തീറ്റയായിട്ടും അത് ഇവിടുത്തെ തന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന രൂപത്തിൽ ഒരു ധാരണയുമില്ലാതെ പച്ചയായിട്ട് എതിർക്കുകയാണ് UDF-ഉം BJP-യും. പക്ഷെ BJP-യിൽ ഒരു കൂട്ടർ പറയുന്നു ഇത് വ്യവസായ സംരംഭങ്ങൾ വരണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ധാരണ വേണ്ട ഈ കാര്യത്തിൽ? എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് ഒരു ധാരണ വേണ്ടേ? ഇത്തരത്തിൽ ഏത് വ്യവസായ സംരംഭം വന്നാലും ഞങ്ങൾ എതിർക്കും എന്ന നിലപാട് സ്വീകരിച്ചാൽ ഇവിടെ ദേശീയപാത അതോറിറ്റി ഇടയ്ക്ക് ഓഫീസ് പൂട്ടി തിരിച്ചുപോയ സാഹചര്യം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം, നിസ്കാരപ്പായ വിരിച്ച സമരം, വയൽക്കിളികളുടെ സമരം, കീഴാറ്റൂരുടെ സമരം, ഇത്തരത്തിലുള്ള സമരങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ജനങ്ങളുടെ ആശങ്കയകറ്റി പോകുന്ന ഒരു നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടോ? ചർച്ച ചെയ്യാം, കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കാം. തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്നവരുടെ കണക്കുകളല്ല, ആധികാരികമായിട്ടുള്ള കണക്കുകൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാം. വൻകിട വ്യവസായ സംരംഭങ്ങൾ വരണമെങ്കിൽ ഗതാഗതം, അതുപോലെ തന്നെ വൈദ്യുതി, ജലം എന്നിവയുടെ കാര്യത്തിൽ ഗവൺമെന്റ് പരിഹരിച്ചിട്ടില്ല. അതാണ് രേവതി ആവർത്തിച്ചു പറയുന്നത്. അല്ല ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് കൃത്യമായിട്ട് അറിയാം ഈ വിഷയം വന്ന അന്ന് മുതൽ ചർച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നതാണ്. കാരണം ഇവിടെ കൃത്യമായി ഒരു വ്യവസായ സംരംഭം വരണമെങ്കിൽ ഏകജാലകം വഴിയാണെങ്കിൽ കളക്ടർ നേതൃത്വം കൊടുക്കുന്ന സമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെല്ലാം സമയത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? കോൺഗ്രസിന്റെ നേതാവ് 26 ഏക്കർ സ്ഥലം മേടിച്ചു കൊടുത്തതിന് എന്ത് സ്ഥാപനമാണെന്ന് അദ്ദേഹം അന്ന് അറിഞ്ഞില്ലെന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കരുത് എന്ന രൂപത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. കോൺഗ്രസ് നേതാവ് 26 ഏക്കർ സ്ഥലം മേടിച്ചു കൊടുത്തതിലൊന്നും ഒരു തെറ്റില്ല. അന്നൊന്നും ഇത് അറിഞ്ഞില്ല, ഇപ്പോഴാണ് അറിഞ്ഞത്. ചാനൽ ചർച്ചയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആശങ്കകൾ പരിഹരിക്കാം, ചർച്ച ചെയ്യാം, എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയം അത് പരിഹരിക്കാം. എല്ലാം കർണാടകത്തിൽ നിന്ന് വരുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ നിന്ന് ഇതിന്റെ അസംസ്കൃത വസ്തു കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ തുടരണം. മദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാവൂ. ഇതൊന്നും കേരളത്തിൽ ഉത്പാദിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം UDF-ന്റെ രാഷ്ട്രീയമാണ്. രേവതി ബാബു, അങ്ങനെ ഒരു ഗൂഢ താല്പര്യം നിങ്ങൾക്കുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന, കോൺഗ്രസിലെ പല നേതാക്കളുടെയും പേരിൽ ഡിസ്റ്റിലുകൾ പ്രവർത്തിക്കുന്ന കർണാടകയിൽ നിന്ന് അസംസ്കൃത വസ്തു കൊണ്ടുവന്ന് കേരളത്തിൽ മദ്യം ഉണ്ടാക്കണം എന്നൊരു ഗൂഢ താല്പര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല.
കാരണം നമുക്കിവിടെ മദ്യ ഫാക്ടറിയേ വേണ്ട. പിന്നെ എങ്ങനെയാണ് കർണാടകയിൽ നിന്നുള്ള മദ്യം കൊണ്ടുവരുന്നത്? തടയാനായിട്ടാണ് ഇത്തരം ഒരു ശ്രമം എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. അരുൾകുമാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതെ, അരുൾകുമാർ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കലക്ടർ അടങ്ങുന്ന കേരളത്തിൽ ഇപ്പോൾ സ്വന്തമായിട്ട് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ആ അസംസ്കൃത വസ്തു നമ്മൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവരണ്ടേ? അപ്പൊ കേരളത്തിൽ മദ്യ ഫാക്ടറി ഇല്ലെങ്കിൽ കർണാടകക്കാർക്കല്ലേ ലാഭം? നോക്കൂ, മദ്യമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ലേ? ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, നമ്മുടെ പഞ്ചായത്ത് കാർഷിക മേഖലയാണെന്ന് ഞാൻ റോഡ് സൈഡിൽ ക്യൂ നിന്ന് ബുദ്ധിമുട്ടാതെ ഏറ്റവും അന്തസ്സായിട്ടുള്ള മദ്യം അവർക്ക് കിട്ടാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് കേരള ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഒരു നയത്തിന്റെ ഭാഗമായി മദ്യ നയം തുടരുമ്പോൾ ആ നയത്തിനനുസരിച്ചല്ലേ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ. കർണാടകത്തിലാകാം, തമിഴ്നാട്ടിലാകാം, മറ്റെല്ലാ സംസ്ഥാനത്തിലാകാം. പറയുന്നതിന്റെ പിന്നിലുള്ള അന്തസ്സായ മദ്യം സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണോ ഈ മലിനജലം റീസൈക്ലിംഗ് നടത്തി വീണ്ടും മദ്യം ഉൽപ്പാദിപ്പിക്കും എന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ വെള്ളത്തോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളുണ്ട്. മലിനീകരണം, സീറോ വേസ്റ്റ് എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഒപ്പം ദുർഗന്ധമുണ്ടാവും. കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് കളറിലാണോ ഈ മദ്യങ്ങളെല്ലാം? അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ നിന്നും മറ്റ് സാമഗ്രികളിൽ നിന്നുമാണോ ഈ കളേഴ്സ് ആഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. ഇതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. നോക്കൂ, അവിടെ തൽക്കാലം നോക്കൂ, എനിക്ക് പറയാനുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 9-10 വാർഡുകളിൽ ഉൾപ്പെട്ട ചിറ്റൂർ ഷുഗേഴ്സ് എന്നുള്ളൊരു സ്ഥാപനമുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ പണ്ട് കർഷകരിൽ നിന്നും, കരിമ്പ് കർഷകരാണ് ആ പ്രദേശം മൊത്തം, ആ കരിമ്പ് കർഷകരിൽ നിന്നും റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കരിമ്പാണ്, അവിടെ നിന്നും പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചിരുന്നു. ആ പഞ്ചസാര ഉൽപ്പാദിപ്പിച്ച ശേഷം ആ കരിമ്പിൻ ചണ്ടിയിൽ നിന്നും ചാരായം ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഈ ചാരായം ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള വേസ്റ്റ് അവിടെ കെട്ടിക്കിടന്നും കൊണ്ട് മൊളാസിസ് എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള സ്മെല്ലോട് കൂടിയിട്ടുള്ള, വൃത്തികെട്ട സ്മെല്ലോട് കൂടിയിട്ടുള്ള, കിലോമീറ്ററുകൾ ദൂരത്ത് ഈ മൊളാസിസിന്റെ സ്മെല്ല് വരുമായിരുന്നു. ആ പ്രദേശത്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അനുഭവിച്ച ആൾക്കാരാണ് അവിടെയുള്ളത്. തീർച്ചയായിട്ടും അത്തരം സന്ദർഭങ്ങളിൽ ഒരു മിനിറ്റ് ഈ മൊളാസിസ് പുഴകളിലേക്ക് തുറന്നു വിട്ട് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ അനുഭവം ഞങ്ങൾക്കുണ്ട്. അപ്പോ ഈ മൊളാസിസ് കാരണം ആ പ്രദേശത്ത് ഒരു കിണറിൽ പോലും ശുദ്ധജലമില്ല. വിശ്വസിക്കാനും കഴിയില്ല. ഈ കമ്പനി പഞ്ചാബിൽ കമ്പനി നിർത്തിപ്പോയിട്ട് പോലും കറുത്ത കളറിലുള്ള വെള്ളമാണ് അവിടെ ബോർവെല്ലിലും കിണറിലും ലഭ്യമാകുന്നത്. നോക്കൂ, ഞങ്ങളുടെ പഞ്ചായത്ത് ധാരാളം മാരക രോഗികളുള്ള ഒരു പഞ്ചായത്താണ്. ചർച്ച അവസാനിക്കുമ്പോ ജലചൂഷണം ഇല്ലെങ്കിൽ എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ജലചൂഷണം ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ എനിക്ക് 1 മിനിറ്റ് സമയം തരണം. പറഞ്ഞോളൂ, അങ്ങ് 1 മിനിറ്റ് കൊണ്ട് പൂർത്തീകരിച്ചോളൂ. എനിക്ക് 1 മിനിറ്റ് സമയം തരണം. നോക്കൂ, എല്ലാം ഉറപ്പുവരുത്താൻ ഒരു കാരണവശാലും ഗവൺമെന്റിന് കഴിയില്ല. ജലചൂഷണം ഉണ്ടാകും, ഉറപ്പാണ്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകും, ഉറപ്പാണ്. കൃഷിക്ക് ദോഷം ചെയ്യും, ഉറപ്പാണ്. ഇതിലൊന്നും ഒരു ഉറപ്പും ഗവൺമെന്റിന് തരാൻ കഴിയില്ല. ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. ഇതിനടുത്ത് ഒരു കോളേജാ വരുന്നത്. ആ കോളേജിന് ഇത് ദോഷം ചെയ്യും. 1 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ അപ്രൂവൽ മാത്രമാണ്. ഇൻ പ്രിൻസിപ്പിൾ
ഞങ്ങളുടെ പഞ്ചായത്തിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഹാജരാക്കാതെ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതല്ലേ ഈ നാട്ടിലെ നിയമം. ശരി അരുൺ, 11 സമയത്തിന്റെ പരിമിതിയുള്ളത് കൊണ്ടാണ് രേവതി. നമുക്കിനി വരും ദിവസങ്ങളിൽ ഈ ചർച്ച വരുന്ന ഘട്ടത്തിൽ ഈ ചർച്ചയ്ക്ക് എടുക്കാം. രേവതി പറഞ്ഞ വിഷയങ്ങൾ വളരെ പ്രസക്തമാണ്. സ്കൂളുകളും ഓക്കെ, അതിനുള്ള ഒരേ ഒരു മറുപടി അരുൺ പറയുന്നത് സർക്കാരിന്റെ സംവിധാനം 3 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അനുസരിച്ച് ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. രേവതിയുടെ ആശങ്കകൾ അസ്ഥാനത്തല്ല, പക്ഷേ നമ്മൾ മുൻവിധിയോടുകൂടി സമീപിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രേവതി പറഞ്ഞ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. ആ ഉദാഹരണം ഈ കമ്പനിയെ സംബന്ധിച്ച കമ്പനിയുടെ ഒരു ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രവും താങ്കളുടെ ഉദാഹരണവും ആശങ്കയും ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും സർക്കാർ ആശങ്ക പരിഹരിക്കേണ്ടതാണ്, നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ടതാണ്. അങ്ങനെ ചർച്ച നടത്തി ഈ വിശ്വാസത്തിലെടുത്ത് ആ പദ്ധതി ജലചൂഷണവും മാലിന്യവും ഉറപ്പ് വരുത്തുന്നില്ലെന്നുണ്ടെങ്കിൽ ആ കമ്പനി അവിടെ പ്രവർത്തിക്കട്ടെ. അത് സർക്കാരിൻ്റെ മദ്യനയം മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ മുൻവിധികളോടുകൂടി സമീപിക്കണമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. താങ്ക് യു രേവതി ബാബു, താങ്ക് യു KS അരുൺകുമാർ, താങ്ക് യു അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, താങ്ക് യു NMPS ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.